ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ആവർത്തന പുസ്തകത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആവർത്തന പുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടും. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു, രാജസ്ഥാൻ. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ബാഷാൻ രാജാവായ ഓഗിൻ്റെ കട്ടിലിൻ്റെ നീളവും വീതിയും എത്രയായിരുന്നു? ഉത്തരം ഇതാണ്: 9 മുഴം നീളം, 4 മുഴം വീതി. ആവർത്തന പുസ്തകം 3:11. അടുത്ത ചോദ്യം: ഏത് പേരിലാണ് ബാഷാൻ ദേശം അറിയപ്പെട്ടിരുന്നത്? ഉത്തരം: മല്ലന്മാരുടെ ദേശം. ആവർത്തനം 3:13. അടുത്ത ചോദ്യം: ഗിലെയാദ് ദേശം ആർക്കാണ് കിട്ടിയത്? ഉത്തരം: മാഖീരിന്. ആവർത്തനം 3:15. അടുത്ത ചോദ്യം: യായിർ ബാഷാന് എന്ത് പേരാണ് ഇട്ടത്? ഉത്തരം: ഹവോത്യായിർ. ആവർത്തനം 3:14. അടുത്ത ചോദ്യം: ബാഷാൻ രാജാവായ ഓഗിൻ്റെ മഞ്ചം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: അമ്മോന്യ നഗരമായ രബ്ബയിൽ. ആവർത്തനം 3:11. അടുത്ത ചോദ്യം: ഏത് കടലാണ് ഉപ്പുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം: അരാബയിലെ കടൽ. ആവർത്തനം 3:17. അടുത്ത ചോദ്യം: ഇവിടെ കയറി ദേശം കാണാനാണ് ദൈവം മോശയോട് പറഞ്ഞത്? ഉത്തരം: പിസ്ഗയുടെ മുകളിൽ കയറി. ആവർത്തനം 3:27. അടുത്ത ചോദ്യം: മോശ ദൈവത്തോട് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം: ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. ആവർത്തനം 3:25. അടുത്ത ചോദ്യം: അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. ആരാണ്? ഉത്തരം: യോശുവ. ആവർത്തനം 3:28. അടുത്ത ചോദ്യം: യഹോവ കൽപ്പിക്കുന്ന വചനത്തോട് എന്ത് ചെയ്യരുത്? ഉത്തരം: കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ആവർത്തനം 4:2. അടുത്ത ചോദ്യം: ജാതികളുടെ ദൃഷ്ടിയിൽ ഇസ്രായേലിയരുടെ ജ്ഞാനവും വിവേകവും എന്താണ്? ഉത്തരം: യഹോവയുടെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുന്നത്. ആവർത്തനം 4:6. അടുത്ത ചോദ്യം: ഇസ്രായേൽ ശ്രേഷ്ഠ ജാതിയായത് എങ്ങനെയാണ്? ഉത്തരം: വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും യഹോവ അടുത്തിരിക്കുന്നതിനാൽ. ആവർത്തനം 4:7. അടുത്ത ചോദ്യം: ഏത് കാര്യത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണമെന്നാണ് മോശ യോശുവയോട് പറഞ്ഞത്? ഉത്തരം: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ജാഗ്രതയുള്ളവനായിരിക്കണം. ആവർത്തനം 4:9. അടുത്ത ചോദ്യം: ഇവിടെ വെച്ചാണ് യഹോവ തീയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്തത്? ഉത്തരം: ഹോരേബിൽ വെച്ച്. ആവർത്തനം 4:15. അടുത്ത ചോദ്യം: യഹോവ എങ്ങനെയുള്ള ദൈവമാണ്? ഉത്തരം: തീക്ഷ്ണതയുള്ള ദൈവം. ആവർത്തനം 4:24. അടുത്ത ചോദ്യം: ഒന്നിൻ്റെയും രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കരുതെന്ന് പറയുവാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം: ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്തപ്പോൾ ഒന്നിൻ്റെയും രൂപം ഇല്ലാതെ ഇരുന്നതിനാൽ. ആവർത്തനം 4:15. അടുത്ത ചോദ്യം: മിസ്രയീമിനെ ദൈവം പറഞ്ഞ പേര് എന്തായിരുന്നു? ഉത്തരം: ഇരുമ്പുല. ആവർത്തനം 4:20.
അടുത്ത ചോദ്യം, ഗിലെയാദിലെ രാമോത്ത് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഗാദ്യർക്ക്. ആവർത്തനം 4:43. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മോശെ യഹോവയുടെ ന്യായപ്രമാണം എവിടെ വെച്ചാണ് ജനത്തോട് പറഞ്ഞത്? ഉത്തരം ബെത്പെയോരിനരികെയുള്ള താഴ്വരയിൽ വെച്ച്. ആവർത്തനം 4:45. അടുത്ത ചോദ്യം, യഹോവ ഹോരേബിൽ വെച്ച് നിയമം ചെയ്തത് ആരോടായിരുന്നു? ഉത്തരം ഇന്ന് ജീവനോടെ ഇരിക്കുന്നവരോടൊക്കെയും. ആവർത്തനം 5:3. അടുത്ത ചോദ്യം, പിതാക്കന്മാരുടെ അകൃത്യം എത്രാമത്തെ തലമുറ വരെയാണ് ദൈവം മക്കളുടെ മേൽ കണക്കിടുന്നത്? ഉത്തരം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ. ആവർത്തനം 5:9. അടുത്ത ചോദ്യം, യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരുടെ മേൽ എത്ര തലമുറ വരെ ദയ കാണിക്കും? ഉത്തരം 1000 തലമുറ വരെ. ആവർത്തനം 5:10. അടുത്ത ചോദ്യം, യഹോവയുടെ വചനങ്ങൾ ആർക്കാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്? ഉത്തരം തലമുറകൾക്ക്. ആവർത്തനം 6:7. അടുത്ത ചോദ്യം, യഹോവയുടെ വചനം അടയാളമായി എവിടെയാണ് കെട്ടേണ്ടത്? ഉത്തരം കൈമേൽ. ആവർത്തനം 6:8. അടുത്ത ചോദ്യം, യഹോവയുടെ വചനങ്ങൾ എവിടെയെല്ലാമാണ് എഴുതേണ്ടത്? ഉത്തരം വീടിൻ്റെ കട്ടിളകളിലും പടിവാതിലുകളിലും. ആവർത്തനം 6:9. അടുത്ത ചോദ്യം, ദൈവമായ യഹോവയെ മറക്കരുതെന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ഉത്തരം യഹോവ അടിമവീടായ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നതിനാൽ. ആവർത്തനം 6:12. അടുത്ത ചോദ്യം, ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം ദൈവമായ യഹോവയുടെ കോപം ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി ജ്വലിച്ച് അവരെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിക്കുവാൻ. ആവർത്തനം 6:14. അടുത്ത ചോദ്യം, ഇസ്രായേൽ മക്കൾ എവിടെ വെച്ചായിരുന്നു യഹോവയെ പരീക്ഷിച്ചത്? ഉത്തരം മസ്സയിൽ വെച്ച്. ആവർത്തനം 6:16. അടുത്ത ചോദ്യം, യഹോവയുടെ മുൻപാകെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും? ഉത്തരം നീതിയുള്ളവർ. ആവർത്തനം 6:25. അടുത്ത ചോദ്യം, എത്ര ജാതികളെയാണ് യഹോവ ഇസ്രായേല്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം 7 ജാതികളെ. ആവർത്തനം 7:1. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേല്യരുടെ കയ്യിൽ ഏൽപ്പിച്ച ജാതികളെ എന്ത് ചെയ്യണമെന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം നിർമൂലമാക്കി കളയണം. ആവർത്തനം 7:2. അടുത്ത ചോദ്യം, യഹോവയുടെ കോപം വരാതിരിക്കുവാൻ യഹോവ ഏൽപ്പിച്ച ജാതികളോട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഉത്തരം അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം, ബിംബങ്ങൾ തകർക്കണം, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. ആവർത്തനം 7:5. അടുത്ത ചോദ്യം, ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും ഇസ്രായേലിനെ ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം യഹോവയ്ക്ക് സ്വന്തം ജനമായിരിക്കാൻ. ആവർത്തനം 7:6. അടുത്ത ചോദ്യം, യഹോവ എങ്ങനെയുള്ള ദൈവമാണ്? ഉത്തരം സത്യദൈവം. ആവർത്തനം 7:9. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേല്യരെ എന്തിൽ നിന്നാണ് വിടുവിക്കുന്നത്?
ഉത്തരം മിസ്രൈമ്യരുടെ ദുർവ്യാധികളിൽ നിന്ന്. ആവർത്തനം 7:15. അടുത്ത ചോദ്യം, ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവരുടെ നടുവിൽ യഹോവ അയക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കടന്നലിനെ. ആവർത്തനം 7:20. അടുത്ത ചോദ്യം, യഹോവ ഇസ്രയേലിൽ നിന്നും അകറ്റിക്കളയുന്നത് എന്തെല്ലാമാണ്? ഉത്തരം സകല രോഗങ്ങളെയും. ആവർത്തനം 7:15. അടുത്ത ചോദ്യം, എന്താണ് തീയിലിട്ട് ചുട്ടുകളയേണ്ടത്? ഉത്തരം ജാതികളുടെ ദേവപ്രതിമകളെ. ആവർത്തനം 7:25. അടുത്ത ചോദ്യം, ശാപമാകാതിരിക്കുവാൻ എന്തു ചെയ്യണം? ഉത്തരം അറപ്പായുള്ളത് വീട്ടിൽ കൊണ്ടുപോകരുത്. ആവർത്തനം 7:26. അടുത്ത ചോദ്യം, 40 സംവത്സരം യഹോവ ഇസ്രയേലിനെ മരുഭൂമിയിൽ എന്തിനാണ് നടത്തിയത്? ഉത്തരം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാനും അവരുടെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനും. ആവർത്തനം 8:2. അടുത്ത ചോദ്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം മന്ന കൊണ്ട്. ആവർത്തനം 8:3. അടുത്ത ചോദ്യം, ഇസ്രയേലിയരുടെ വസ്ത്രം എത്ര വർഷം ജീർണിക്കാതെയിരുന്നു? ഉത്തരം 40 വർഷം. ആവർത്തനം 8:4. അടുത്ത ചോദ്യം, എന്താണ് മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണ്ടിയത്? ഉത്തരം ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ യഹോവ ശിക്ഷിച്ചു വളർത്തുന്നു എന്നുള്ളത്. ആവർത്തനം 8:5. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുവന്ന മരുഭൂമിയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും. ആവർത്തനം 8:15. അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം തീക്കൽ പാറയിൽ നിന്ന്. ആവർത്തനം 8:15. അടുത്ത ചോദ്യം, എന്ത് പറയാതിരിക്കാനാണ് ഇസ്രായേൽ മക്കൾ സൂക്ഷിക്കേണ്ടത്? ഉത്തരം സ്വന്തം ശക്തിയും കൈയുടെ ബലവും കൊണ്ട് ഈ സമ്പത്തുണ്ടാക്കിയെന്ന് പറയാതിരിപ്പാൻ. ആവർത്തനം 8:17. അടുത്ത ചോദ്യം, എന്ത് ചെയ്താലാണ് നശിച്ചു പോകുന്നത്? ഉത്തരം യഹോവയെ മറക്കുകയും അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ. ആവർത്തനം 8:19. അടുത്ത ചോദ്യം, യഹോവ എങ്ങനെയാണ് ഇസ്രയേലിയർക്ക് മുൻപായി കടന്നുപോയത്? ഉത്തരം ദഹിപ്പിക്കുന്ന അഗ്നിയായി. ആവർത്തനം 9:3. അടുത്ത ചോദ്യം, യഹോവ ജാതികളുടെ ദേശം ഇസ്രയേലിയർക്ക് കൊടുക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം ആ ജാതികളുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള ദൈവത്തിൻ്റെ സത്യവചനം നിവർത്തിയാക്കേണ്ടതിന്. ആവർത്തനം 9:5. അടുത്ത ചോദ്യം, അനാക്യർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം വലിപ്പവും പൊക്കവുമുള്ളവർ. ആവർത്തനം 9:2. അടുത്ത ചോദ്യം, ഇസ്രയേലിയരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഉത്തരം ദുശാഠ്യമുള്ള ജനം. ആവർത്തനം 9:6. അടുത്ത ചോദ്യം, ഏത് ദിവസത്തിലാണ് യഹോവ തീയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്തത്? ഉത്തരം ഹോമയാഗം ഉണ്ടായിരുന്ന നാളിൽ. ആവർത്തനം 9:10. അടുത്ത ചോദ്യം, മിസ്രൈമിൽ നിന്നും ഇസ്രയേലിയരെ ആര് കൊണ്ടുവന്നു എന്നാണ് ദൈവം പറഞ്ഞത്? ഉത്തരം മോശ. ആവർത്തനം 9:12. അടുത്ത ചോദ്യം, മോശ അഹരോനു വേണ്ടി എന്തിനാണ് യഹോവയോട് അപേക്ഷിച്ചത്? ഉത്തരം അഹരോനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം യഹോവ കോപിച്ചതിനാൽ. ആവർത്തനം 9:20. അടുത്ത ചോദ്യം, എവിടെയെല്ലാം വെച്ചാണ് ഇസ്രയേല്യർ യഹോവയെ കോപിപ്പിച്ചത്? ഉത്തരം തബേരയിലും മസ്സയിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച്.
ആവർത്തനം 9:22. അടുത്ത ചോദ്യം, മോശെ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണ് കിടക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം, യഹോവ ജനത്തെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തതിനാൽ. 9:25. അടുത്ത ചോദ്യം, ഏത് മരം കൊണ്ടുള്ള പെട്ടകമാണ് മോശെ ഉണ്ടാക്കിയത്? ഉത്തരം, ഖദിരമരം. ആവർത്തനം 10:3. അടുത്ത ചോദ്യം, ആവർത്തന പുസ്തകപ്രകാരം അഹരോൻ മരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം, മോസരയിൽ വെച്ച്. ആവർത്തനം 10:6. അടുത്ത ചോദ്യം, യഹോവ ലേവി ഗോത്രത്തിനെ എന്തിനെല്ലാം വേണ്ടിയാണ് വേർതിരിച്ചത്? ഉത്തരം, യഹോവയുടെ നിയമപെട്ടകം ചുമക്കുവാനും യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കുവാനും. ആവർത്തനം 10:8. അടുത്ത ചോദ്യം, ബരൂത്തിന്റെ മറുപേര് എന്താണ്? ഉത്തരം, ബേനെ ആക്കാൻ. ആവർത്തനം 10:6. അടുത്ത ചോദ്യം, യഹോവ തന്നെ അവകാശമായിരുന്ന ഗോത്രം ഏതാണ്? ഉത്തരം, ലേവി ഗോത്രം. ആവർത്തനം 10:9. അടുത്ത ചോദ്യം, യഹോവ ആർക്കൊക്കെയാണ് ന്യായം നടത്തി കൊടുക്കുന്നത്? ഉത്തരം, അനാഥർക്കും വിധവമാർക്കും. ആവർത്തനം 10:18. അടുത്ത ചോദ്യം, മിസ്രയീമിലേക്ക് പോയ ഇസ്രയേല്യർ എത്ര പേരായിരുന്നു? ഉത്തരം, 70 പേർ. ആവർത്തനം 10:22. അടുത്ത ചോദ്യം, അഹരോന് പകരം ആരാണ് പുരോഹിതനായത്? ഉത്തരം, ഏലയാസർ. ആവർത്തനം 10:6. അടുത്ത ചോദ്യം, യഹോവ ഇസ്രയേലിനെ എന്തിനെ പോലെയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ. ആവർത്തനം 10:22. അടുത്ത ചോദ്യം, യഹോവ അന്നവും വസ്ത്രവും നൽകി സ്നേഹിക്കുന്നത് ആരെയാണ്? ഉത്തരം, പരദേശിയെ. ആവർത്തനം 10:18. അടുത്ത ചോദ്യം, യഹോവ എങ്ങനെയുള്ള ദൈവമാണ്? ഉത്തരം, ദേവാദിദൈവവും കർത്താദികർത്താവും വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവം. ആവർത്തനം 10:17. അടുത്ത ചോദ്യം, മോശ കൽപ്പലകകൾ രണ്ടും എറിഞ്ഞുടച്ച് കളഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം, ജനം യഹോവയോട് പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയതിനാൽ. ആവർത്തനം 9:16. അടുത്ത ചോദ്യം, നാഥാനും അബീരാമും ഏത് ഗോത്രത്തിൽ പെട്ടവരായിരുന്നു? ഉത്തരം, രൂബേൻ ഗോത്രത്തിൽ. ആവർത്തനം 11:6. അടുത്ത ചോദ്യം, പച്ചക്കറിത്തോട്ടം കാലുകൊണ്ട് നനച്ചിരുന്ന ദേശം ഏതായിരുന്നു? ഉത്തരം, മിസ്രയീം ദേശം. ആവർത്തനം 11:10. അടുത്ത ചോദ്യം, രൂബേൻ്റെ മകൻ്റെ പേര് എന്താണ്? ഉത്തരം, ഏലിയാബ്. ആവർത്തനം 11:6. അടുത്ത ചോദ്യം, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടിയിരിക്കുന്ന ദേശം ഏതാണ്? ഉത്തരം, ഇസ്രയേൽ ദേശം. ആവർത്തനം 11:12. അടുത്ത ചോദ്യം, ഏതെല്ലാം സ്ഥലങ്ങളാണ് ഇസ്രയേല്യർക്ക് കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞത്? ഉത്തരം, ഇസ്രയേൽ മക്കളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും. ആവർത്തനം 11:24. അടുത്ത ചോദ്യം, ഏത് മലയിൽ നിന്നാണ് അനുഗ്രഹിക്കേണ്ടത്? ഉത്തരം, ഗെരിസീം മലയിൽ വെച്ച്. ആവർത്തനം 11:29. അടുത്ത ചോദ്യം, ഹോമയാഗം കഴിക്കുമ്പോൾ ഏത് കാര്യമാണ് സൂക്ഷിക്കേണ്ടത്? ഉത്തരം, ബോധിക്കുന്നിടത്തൊക്കെയും ഹോമയാഗം കഴിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം. ആവർത്തനം 12:13.
അടുത്ത ചോദ്യം, ശപിക്കേണ്ടത് എവിടെ നിന്നാണ്? ഉത്തരം, ഏബാൽ മലമേൽ നിന്ന്. ആവർത്തനം 11:29. അടുത്ത ചോദ്യം, യാഗമൃഗത്തിൻ്റെ രക്തം എന്താണ് ചെയ്യേണ്ടിയത്? ഉത്തരം, വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. ആവർത്തനം 12:16. അടുത്ത ചോദ്യം, ഭൂമിയിലിരിക്കുന്നിടത്തോളം ആരെ ഉപേക്ഷിക്കരുതെന്നാണ് ദൈവം പറഞ്ഞത്? ഉത്തരം, ലേവ്യനെ. ആവർത്തനം 12:19. അടുത്ത ചോദ്യം, രക്തം തിന്നരുതെന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ഉത്തരം, രക്തം ജീവനാകുന്നതിനാൽ. ആവർത്തനം 12:24. അടുത്ത ചോദ്യം, യഹോവ തൻ്റെ ഉഗ്രകോപം വിട്ട് തിരിഞ്ഞ് നിന്നോട് കരുണയും കനിവും കാണിക്കേണ്ടതിനും പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്നെ വർദ്ധിപ്പിക്കേണ്ടതിനും എന്തു ചെയ്യണം? ഉത്തരം, ശപഥാർപ്പിതമായ യാതൊന്നും കയ്യിൽ പറ്റാതിരിക്കാൻ സൂക്ഷിക്കണം. 13:19. അടുത്ത ചോദ്യം, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിൽ നിന്നും എന്താണ് എടുത്തു വയ്ക്കേണ്ടത്? ഉത്തരം, ദശാംശം. ആവർത്തനം 14:22. അടുത്ത ചോദ്യം, വെള്ളത്തിലുള്ള ജീവികളിൽ തിന്നാവുന്നവ ഏതൊക്കെയാണ്? ഉത്തരം, ചിറകും ചെതുമ്പലുമുള്ളതൊക്കെയും. ആവർത്തനം 14:9. അടുത്ത ചോദ്യം, ആട്ടിൻകുട്ടിയെ എന്തിലാണ് പാകം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, തള്ളയുടെ പാലിൽ. ആവർത്തനം 14:21. അടുത്ത ചോദ്യം, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിൽ നിന്നും എന്താണ് എടുത്തു വയ്ക്കേണ്ടത്? ഉത്തരം, ദശാംശം. ആവർത്തനം 14:22. അടുത്ത ചോദ്യം, എത്ര ആണ്ട് കൂടുമ്പോഴാണ് വിളവിൻ്റെ ദശാംശം വേർതിരിച്ച് പട്ടണങ്ങളിൽ സംഗ്രഹിക്കേണ്ടത്? ഉത്തരം, 3 ആണ്ട് കൂടുമ്പോൾ. ആവർത്തനം 14:28. അടുത്ത ചോദ്യം, എത്ര ആണ്ട് കൂടുമ്പോഴാണ് വിമോചനം ആചരിക്കേണ്ടത്? ഉത്തരം, 7 ആണ്ട് കൂടുമ്പോൾ. ആവർത്തനം 15:1. അടുത്ത ചോദ്യം, വിമോചന സംവത്സരത്തിൽ ആരുടെ വായ്പയാണ് ഇളച്ചു കൊടുക്കേണ്ടത്? ഉത്തരം, കൂട്ടുകാരൻ്റെ. ആവർത്തനം 15:2. അടുത്ത ചോദ്യം, നീ അനേകം ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കയില്ല. ആര്? ഉത്തരം, ഇസ്രയേൽ. ആവർത്തനം 15:6. അടുത്ത ചോദ്യം, ഒരു എബ്രായ ദാസൻ തന്നെത്താൻ വിറ്റിട്ട് സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവനോട് എന്ത് ചെയ്യണം? ഉത്തരം, ഒരു സൂചിയെടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നും ദാസനായിരിക്കും. ആവർത്തനം 15:17. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പാടില്ലാത്തത്? ഉത്തരം, മുടന്തോ കുരുടോ ഇങ്ങനെ വല്ല ഊനവുമുള്ളതിന്. ആവർത്തനം 15:21. അടുത്ത ചോദ്യം, ഏത് മാസത്തിലാണ് പെസഹ ആചരിക്കേണ്ടത്? ഉത്തരം, ആബീബ് മാസത്തിൽ. ആവർത്തനം 16:1. അടുത്ത ചോദ്യം, ഏത് ദിവസത്തെയാണ് ആയുഷ്കാലം മുഴുവൻ ഓർക്കേണ്ടിയത്? ഉത്തരം, മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ. ആവർത്തനം 16:3. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് പെസഹ അറുക്കേണ്ടത്? ഉത്തരം,
ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം. ആവർത്തനം 16:6. അടുത്ത ചോദ്യം, സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹ അറുക്കേണം എന്ന് പറയാൻ കാരണം എന്താണ്? ഉത്തരം, ഇസ്രയേല്യർ സന്ധ്യാസമയത്താണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. അതിനാൽ. ആവർത്തനം 16:6. അടുത്ത ചോദ്യം, കൂടാരപ്പെരുന്നാൾ എപ്പോഴാണ് ആചരിക്കേണ്ടത്? ഉത്തരം, കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ. ആവർത്തനം 16:13. അടുത്ത ചോദ്യം, ജഡത്തിന് ന്യായപാലനം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഉത്തരം, നീതിയോടെ. ആവർത്തനം 16:18. അടുത്ത ചോദ്യം, സമ്മാനം ആരുടെ കണ്ണാണ് കുരുടാക്കുന്നത്? ഉത്തരം, ജ്ഞാനികളുടെ. ആവർത്തനം 16:19. അടുത്ത ചോദ്യം, യഹോവ വെറുക്കുന്നത് എന്താണ്? ഉത്തരം, ശിലാസ്തംഭം. ആവർത്തനം 16:22. അടുത്ത ചോദ്യം, ഒരു രാജാവ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം, കുതിര അനവധി ഉണ്ടാകരുത്, അനേകം ഭാര്യമാരെ എടുക്കരുത്, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയുമരുത്. ആവർത്തനം 17:16, 17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരെ രാജാവാക്കാൻ പാടില്ല എന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം, സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ. ആവർത്തനം 17:15. അടുത്ത ചോദ്യം, രാജാവ് എന്താണ് തൻ്റെ പക്കൽ സൂക്ഷിക്കേണ്ടത്? ഉത്തരം, ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി. ആവർത്തനം 17:19. അടുത്ത ചോദ്യം, ഇസ്രയേലിനോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്തത് ആർക്കെല്ലാമാണ്? ഉത്തരം, ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും. 18:1. അടുത്ത ചോദ്യം, യഹോവ തരുന്ന ദേശത്ത് എത്തിയ ശേഷം എന്ത് പഠിക്കരുതെന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം, ആ ദേശത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ. ആവർത്തനം 18:9. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ലാത്തത് എന്തെല്ലാമാണ്? ഉത്തരം, മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേൾക്കുവാൻ. ആവർത്തനം 18:14. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൂർവന്മാർ വച്ചിരിക്കുന്ന എന്താണ് നീക്കം ചെയ്യരുതാത്തത്? ഉത്തരം, കൂട്ടുകാരൻ്റെ അതിര്. ആവർത്തനം 19:14. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു പട്ടണത്തോട് യുദ്ധത്തിന് ചെന്നാൽ ആദ്യം എന്താണ് വിളിച്ചു പറയേണ്ടത്? ഉത്തരം, സമാധാനം. ആവർത്തനം 20:10. അടുത്ത ചോദ്യം, യഹോവ അവകാശമായി തരുന്ന ദേശത്ത് എത്ര പട്ടണങ്ങൾ വേർതിരിക്കണം? ഉത്തരം, 3 പട്ടണങ്ങൾ. ആവർത്തനം 19:2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മരത്തിൽ തൂക്കിയവൻ്റെ ശവം എപ്പോൾ വരെയാണ് മരത്തിൽ ഇരിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, രാത്രി മുഴുവനും. ആവർത്തനം 21:22. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് വെറുപ്പുള്ള കാര്യം എന്താണ്? ഉത്തരം, പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കുന്നത്. ആവർത്തനം 22:5. അടുത്ത ചോദ്യം, എന്തിനാണ് പുതിയ വീട് പണിയുമ്പോൾ കൈമതിൽ ഉണ്ടാക്കുന്നത്?
ഉത്തരം വീടിൻ്റെ മുകളിൽ നിന്ന് ആരെങ്കിലും വീണും രക്തപാതകം ഉണ്ടാകാതിരിക്കാൻ. ആവർത്തനം 22:8. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആട്ടുരോമവും ചണവും കൂടിക്കലർന്ന വസ്ത്രം. ആവർത്തനം 22:11. അടുത്ത ചോദ്യം, യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുതാത്തത് ആരെല്ലാമാണ്? ഉത്തരം അമ്മോന്യരും മോവാബിയരും. ആവർത്തനം 23:3. അടുത്ത ചോദ്യം, ആരോടാണ് പലിശ വാങ്ങരുതാത്തത്? ഉത്തരം സഹോദരനോട്. ആവർത്തനം 23:20. അടുത്ത ചോദ്യം, ആരുടെ വിളവിലാണ് അരിവാൾ വയ്ക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കൂട്ടുകാരൻ്റെ. ആവർത്തനം 23:25. അടുത്ത ചോദ്യം, ദൈവമായ യഹോവ അവകാശമായി തരുന്ന ദേശം എങ്ങനെ മലിനമാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പാപം കൊണ്ട്. ആവർത്തനം 24:4. അടുത്ത ചോദ്യം, പണയം വാങ്ങാൻ പാടില്ലാത്ത 2 സാധനങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം തിരിക്കല്ലും അതിൻ്റെ മേൽക്കല്ലും. ആവർത്തനം 24:6. അടുത്ത ചോദ്യം, ഏത് പഴം പറിക്കുമ്പോഴാണ് കാല പെറുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ. ആവർത്തനം 24:21. അടുത്ത ചോദ്യം, ഒരു കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ എത്ര വരെ അടിപ്പിക്കാം? ഉത്തരം 40 അടി വരെ. ആവർത്തനം 25:3. അടുത്ത ചോദ്യം, മെതിക്കുന്ന കാളയ്ക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഉത്തരം മുഖക്കൊട്ട കെട്ടരുത്. ആവർത്തനം 25:4. അടുത്ത ചോദ്യം, ഇസ്രയേലിയർ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ അമാലേക്ക് എന്താണ് ചെയ്തത്? ഉത്തരം ക്ഷീണിച്ചും തളർന്നും എന്ന സമയം പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ചു. ആവർത്തനം 25:18. അടുത്ത ചോദ്യം, യഹോവ തരുന്ന നന്മയിൽ നിന്നും ആർക്കെല്ലാമാണ് കൊടുക്കേണ്ടത്? ഉത്തരം ലേവ്യനും പരദേശിക്കും. ആവർത്തനം 26:11. അടുത്ത ചോദ്യം, യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. ആവർത്തനം 27:2. അടുത്ത ചോദ്യം, കല്ലുകൾ എവിടെയാണ് നാട്ടേണ്ടിയത്? ഉത്തരം ഏബാൽ പർവ്വതത്തിൽ. ആവർത്തനം 27:4. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് പണിയുന്ന യാഗപീഠം എങ്ങനെയുള്ള കല്ലുകൊണ്ടാണ് പണിയേണ്ടത്? ഉത്തരം ചെത്താത്ത കല്ലുകൊണ്ട്. ആവർത്തനം 27:6. അടുത്ത ചോദ്യം, എപ്പോഴാണ് യഹോവ ഇസ്രായേൽ മക്കളെ സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കുന്നത്? ഉത്തരം യഹോവയെ ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടക്കുമ്പോൾ. ആവർത്തനം 28:1. അടുത്ത ചോദ്യം, ഇസ്രായേലിയരോട് എതിർക്കുന്ന ശത്രുക്കൾ എത്ര വഴിയായാണ് ഓടിപ്പോകുന്നത്? ഉത്തരം 7 വഴിയായി. ആവർത്തനം 28:7. അടുത്ത ചോദ്യം, ഇസ്രായേൽ ഗോത്രങ്ങളിൽ എന്തുണ്ടാകരുതെന്നാണ് ദൈവം കൽപ്പിച്ചത്? ഉത്തരം നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. ആവർത്തനം 29:17. അടുത്ത ചോദ്യം, മോശെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കി ഇസ്രായേൽ മക്കളുടെ മുൻപാകെ വെച്ച 4 കൂട്ടം സംഗതികൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം ജീവനും മരണവും അനുഗ്രഹവും ശാപവും. ആവർത്തനം 30:19. അടുത്ത ചോദ്യം, എപ്പോഴാണ് യഹോവ തൻ്റെ മുഖം മറച്ചു കളയുന്നത്? ഉത്തരം അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് ദോഷം പ്രവർത്തിക്കുമ്പോൾ. ആവർത്തനം 31:18. അടുത്ത ചോദ്യം, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ മോശെ എവിടെ വെച്ചാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? ഉത്തരം അരാബയിൽ വെച്ച്. ആവർത്തനം 1:1. അടുത്ത ചോദ്യം, സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്നും കാദേശിലേക്ക് എത്ര ദൂരമാണുള്ളത്? ഉത്തരം 11 ദിവസത്തെ വഴി ദൂരം. ആവർത്തനം 1:2. അടുത്ത ചോദ്യം, അമോര്യരുടെ രാജാവായി സീഹോൻ എവിടെയാണ് പാർത്തിരുന്നത്? ഉത്തരം
ഹെഷ്ബോനിൽ. ആവർത്തനം 1:4. അടുത്ത ചോദ്യം, ഏത് നദി വരെ പോകാനാണ് യഹോവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? ഫ്രാത്ത് എന്ന മഹാനദി വരെ. ആവർത്തനം 1:7. അടുത്ത ചോദ്യം, അസ്തരോത്തിൽ പാർത്തിരുന്ന രാജാവ് ആരായിരുന്നു? ഉത്തരം ബാശാൻ രാജാവായ ഓഗ്. ആവർത്തനം 1:4. അടുത്ത ചോദ്യം, ന്യായവിസ്താരം എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ നോക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്. ന്യായവിധി ദൈവത്തിനുള്ളതാണ്. 1:17. അടുത്ത ചോദ്യം, എദ്രയിൽ വെച്ച് ആരെല്ലാമാണ് കൊല്ലപ്പെട്ടത്? ഉത്തരം അമോര്യരുടെ രാജാവായ സീഹോനും ബാശാൻ രാജാവായ ഓഗും. 1:4. അടുത്ത ചോദ്യം, ദേശം ഒറ്റുനോക്കുവാൻ പോയവർ എവിടെ വരെയാണ് പോയത്? എസ്കലോൺ താഴ്വര വരെ. ആവർത്തനം 1:24. അടുത്ത ചോദ്യം, കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയവർ അവിടെ ആരെയാണ് കണ്ടത്? ഉത്തരം അനാക്യമല്ലന്മാരെ. ആവർത്തനം 1:28. ആരാണ് യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നത്? ഉത്തരം യെഫുന്നയുടെ മകനായ കാലേബ്. ആവർത്തനം 1:36. അടുത്ത ചോദ്യം, ഇസ്രായേലിന് അവകാശം കൈവശമാക്കി കൊടുക്കേണ്ടത് ആരാണ്? ഉത്തരം നൂൻ്റെ മകനായ യോശുവ. 1:38. അമോര്യർ ഇസ്രായേലിയരെ എവിടെ വരെയാണ് ചിഹ്നിച്ചു കളഞ്ഞത്? സീർ, ഹൊർമോൻ വരെ. ആവർത്തനം 1:44. ഇസ്രായേലിയർ ദീർഘകാലം എവിടെയാണ് താമസിച്ചത്? കാദേശിൽ. 1:46. ഇസ്രായേൽ മക്കൾ ഏറിയ നാൾ ഏത് പർവ്വതത്തെയാണ് ചുറ്റി നടന്നത്? സീർ പർവ്വതത്തെ. ആവർത്തനം 2:1. അടുത്ത ചോദ്യം, സീർ പർവ്വതം ആർക്കാണ് അവകാശമായി കൊടുത്തത്? ഉത്തരം യേശാവിന്. ആവർത്തനം 2:5. അടുത്ത ചോദ്യം, ഏത് ദേശമാണ് ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തത്? ഉത്തരം ആർ ദേശം. ആവർത്തനം 2:9. അടുത്ത ചോദ്യം, ആർ ദേശത്ത് പാർത്തിരുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നു? ഉത്തരം ഏമ്യർ. ആവർത്തനം 2:11. അടുത്ത ചോദ്യം, കാദേശ് ബർണയിൽ നിന്നും സേരത് തോട് വരെ പോകാൻ എത്ര വർഷമെടുത്തു? ഉത്തരം 38 വർഷം. ആവർത്തനം 2:14. അടുത്ത ചോദ്യം, മോവാബ് ദേശത്ത് പാർത്തിരുന്ന മല്ലന്മാരെ അമ്മോന്യർ എന്ത് പേരാണ് വിളിച്ചിരുന്നത്? ഉത്തരം സംസൂമ്യർ. ആവർത്തനം 2:20. അടുത്ത ചോദ്യം, സീഹോനും സൈന്യവും എവിടെ വെച്ചാണ് ഇസ്രായേല്യരോട് യുദ്ധം ചെയ്തത്? ഉത്തരം യാഹാസിൽ വെച്ച്. ആവർത്തനം 2:32. അടുത്ത ചോദ്യം, ഓഗും സൈന്യവും എവിടെ വെച്ചാണ് ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്തത്? ഉത്തരം എദ്രയിൽ വെച്ച്. ആവർത്തനം 5:1. അടുത്ത ചോദ്യം, അർഗോബ് ദേശത്ത് എത്ര പട്ടണങ്ങളാണ് ഉള്ളത്? ഉത്തരം 60 പട്ടണങ്ങൾ. ആവർത്തനം 3:4. അടുത്ത ചോദ്യം, സീദോന്യർ ഹെർമോന് എന്ത് പേരാണ് വിളിച്ചത്? ഉത്തരം സിറിയോൻ. ആവർത്തനം 3:9. അടുത്ത ചോദ്യം, മല്ലന്മാരിൽ ശേഷിച്ചിരിക്കുന്നത് ആരായിരുന്നു? ഉത്തരം ബാശാൻ രാജാവായ ഓഗ്. ആവർത്തനം 3:11. അടുത്ത ചോദ്യം, മനശ്ശെയുടെ പാതി ഗോത്രത്തിന് കിട്ടിയ ദേശങ്ങൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം ഗിലെയാദ് ദേശവും ബാശാൻ ദേശവും അർഗോബ് ദേശവും. ആവർത്തനം 3:13. ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.